ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മൾക്ക് അത്താഴത്തിന്, അതായത് സുഹൂറിന് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡിൻ്റെ സാധനങ്ങളുടെ പേരാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോസും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയി കാണാം. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസായിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്, അതായത് സുഹൂർ, സെഹരി അല്ലെങ്കിൽ അത്താഴത്തിന് നമുക്ക് ഏറ്റവും നല്ല ഫുഡ് ഐറ്റംസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ കുറേ കാര്യങ്ങൾ, കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്താനുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഹൈ ഫൈബേഴ്സ് ആയിട്ടുള്ള ഫുഡ്. ഹൈ ഫൈബേഴ്സ് ആയിട്ടുള്ള ഫുഡ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മുടെ ഫൈബേഴ്സ് നമുക്ക് വിശപ്പിനെ അകറ്റാനും അതുപോലെ തന്നെ നമുക്ക് കുറേ നേരം വരെ വിശപ്പില്ലാണ്ട് വയറ് ഫുള്ളായിട്ട് തോന്നിക്കാനും കൂടിയിട്ട് പറ്റും. എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ ഫ്രൂട്ട്സിൽ ആപ്പിള്, ബനാന, ഓറഞ്ച്, ബെറീസ് അതൊക്കെയാണ്. ഇനി വെജീസിൽ നോക്കുകയാണെങ്കിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, ബ്രോക്കലി, സ്പിനച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ വിശപ്പ് അകറ്റുന്ന ഹൈ ഫൈബേഴ്സ് ഉള്ള ഫുഡ്. ഇനി സീഡ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതൊക്കെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഓട്സ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ചിയ സീഡ്സും ഫ്ലാക്സ് സീഡ്സൊക്കെ ഇട്ട് ഉപയോഗിക്കാം. ഇനി അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾക്ക് ബാർലി ഉപയോഗിക്കാം, കിൻവ അരി ഉപയോഗിക്കാം, ഓട്സ് ഉപയോഗിക്കാം, ബ്രൗൺ പാസ്ത, ഒരിക്കലും മൈദയുടെ പാസ്ത അല്ല, വീറ്റിൻ്റെ പാസ്ത, ഓക്കെ. അതുപോലെ തന്നെ ബ്രൗൺ ബ്രെഡ് അല്ലെങ്കിൽ കോൺ ബ്രെഡ്, ഇതൊക്കെ നമുക്ക് അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സും കൂടി അതിലുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നുള്ളത് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഫുൾ വയറ് ഫില്ലാക്കിയിട്ട് തോന്നിക്കും. അതുകൊണ്ടാണ് നമ്മുടെ നമുക്ക് വിശപ്പ് ഉണ്ടാക്കുന്ന ഹോർമോണിന് അവർക്ക് അത് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുമ്പം നമ്മുടെ കടല, മുട്ട, അതുപോലെ തന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്, പീനട്ട് ബട്ടർ ഇതുപോലെയുള്ള സംഭവങ്ങളിലൊക്കെ ഹൈ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഹൈ ആയിട്ടുള്ള ഫാറ്റ്സ് ഉപയോഗിക്കാം. ഹൈ ഫാറ്റ്സ് എന്ന് പറയുമ്പോൾക്ക് നമ്മൾ ഒരു ഹൈ ഫാറ്റ്സ് ഉപയോഗിച്ചാൽ നമ്മൾ തടി വെക്കും എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നുള്ളത്. അതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഫാറ്റ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതായത് ഇങ്ങനത്തെ ഫാറ്റ്സ് നമ്മൾക്ക് നല്ലോണം ആരോഗ്യം തരാനും അതുപോലെ തന്നെ നമ്മളുടെ സെൽ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡീനെ നല്ല ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഫാറ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് നട്ട്സ്, അവക്കാഡോസ്, ഒലീവ്സ് അതുപോലത്തെ സംഭവങ്ങൾ. പിന്നെ ഫിഷിൽ സാൽമണൊക്കെ വളരെ നല്ലതാണ്. സാൽമൺ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് മത്തി അതുപോലെയുള്ള ഫിഷും ഉപയോഗിക്കാം. ഇനി ഹെൽത്തി ഓയിൽസ് ഉണ്ട്, അതായത് ഒലിവ് ഓയിൽസ്, കോക്കനട്ട് ഓയിൽ, അതൊക്കെ നമുക്ക് ചെറിയൊരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ ഒരു സാധാരണ മീൽസിൽ എങ്ങനെയാണ് ശരിയാവുക എന്നുള്ളത്. അപ്പം നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ കേരള ഫുഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ബ്രൗൺ റൈസ് കൊണ്ടുണ്ടാക്കിയ പത്തിരി, അതുപോലെ തന്നെ ചപ്പാത്തി, പിന്നെ ചന കറി, അപ്പം കടല വന്നല്ലോ, കടലക്കറി, ചിക്കൻ്റെതാണെങ്കിൽ ബ്രസ്റ്റ് പീസ് ഉപയോഗിച്ചിട്ടുള്ള കറികളോ അങ്ങനെയൊക്കെ. അപ്പോൾ പ്രോട്ടീനും അതുപോലെ മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ കൂടെ നിങ്ങൾ ഒരു ആവശ്യത്തിന് നല്ല ഫ്രൂട്ട്സ് ഉണ്ട്, സ്മൂത്തി അടിക്കുക അല്ലെങ്കിൽ മിൽക്ക് ഷേക്ക്സ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഇതിൻ്റെ കൂടെ തന്നെ കൺസ്യൂം ചെയ്യണം. ഒരു മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് അതല്ലാത്ത രീതിയിലുള്ള ഫുഡാണെങ്കിൽ ഓട്സ്, പിന്നെ കുറച്ച് വെജിറ്റബിൾ സാലഡ് ആക്കുക, എന്നിട്ട് ഒരു മുട്ട കഴിക്കുക, പിന്നെ അതിൻ്റെ കൂടെ ഒരു ആപ്പിളിൻ്റെ ഒരു കഷ്ണം, വെള്ളം എന്നിവ കഴിച്ചാൽ തന്നെ നിങ്ങളുടെ വയറ് ഫില്ലാവും. അപ്പം അതുപോലെ ആവണം നിങ്ങളുടെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെ ഫുഡ് എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു രീതിക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബ്രൗൺ ബ്രെഡ് എടുക്കാം, പീനട്ട് ബട്ടർ ഉപയോഗിക്കാം, പിന്നെ ഒരു സ്മൂത്തി അടിക്കാം, പിന്നെ കുറച്ച് സാലഡും പാലും 2 ഗ്ലാസ് വെള്ളം കൂടി കുടിച്ചാൽ നിങ്ങളുടെ സുഹൂർ കറക്റ്റായിട്ട് കിട്ടും.
ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്താ പറയുക സ്കിപ്പ് ചെയ്യരുത് സുഹൂറിനെ. അതുപോലെ തന്നെ സുഹൂറിൻ്റെ സമയത്ത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ച് നമ്മളെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യണം. പിന്നെ വെച്ചാൽ ഇതൊരു ലാസ്റ്റ് ഫീഡിങ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് അത്താഴം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ലോങ് ആയിട്ടുള്ള നോമ്പ് നോക്കുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാത്ത എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് സുഹൂറിന് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് സമയമില്ല, പെട്ടെന്ന് രാവിലെ എണീറ്റപ്പോഴാണ് എന്താ പറയുക നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയില്ലെങ്കിൽ എമർജൻസി സുഹൂറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡേറ്റ്സ് ഉപയോഗിക്കാം, അതിൻ്റെ കൂടെ പഴം, തൈര്, പിന്നെ കുറച്ച് ആൽമണ്ട്സ് എന്നിവ ഉപയോഗിച്ചാൽ തന്നെ നമ്മൾക്ക് എന്താവും ഒരു ചെറിയൊരു രീതിയിലുള്ള എമർജൻസി സുഹൂറിന് വേണ്ടിയിട്ട് അത്താഴത്തിന് പെട്ടെന്ന് നമ്മളുടെ എനർജി ലഭിക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡ് ഐറ്റംസാണ് ഇത്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ ടിപ്സ് നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടാണ്ട് നല്ലൊരു വീഡിയോയിൽ നല്ലൊരു ദിവസം കാണും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. ഇനിയിപ്പോൾ ഈ ഫുഡൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവൽ ഫുഡ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഈ സംഭവങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഫാറ്റ്, പ്രോട്ടീന് ഇങ്ങനെ അളവിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലും നമ്മുടെ സാധാരണ നാടൻ ഫുഡിൽ തന്നെ നമുക്ക് കുറേ ക്രമീകരിക്കാൻ പറ്റും. നിങ്ങൾക്ക് അതുപോലത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ നിഷാന സൈനിങ് ഓഫ്. ബൈ. അസ്സലാമു അലൈക്കും.